ഹായ് ഹലോ നമസ്കാരം. ഞാൻ ജിജി എബ്രഹാം, സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ്, ലിയ ബ്യൂട്ടി സ്റ്റുഡിയോ ആൻഡ് അക്കാഡമി, ചാലക്കുടി. നമ്മളുടെ കൈകളുടെ സൗന്ദര്യം നിർണ്ണയിക്കുന്ന ഒരു പ്രധാന ഘടകമാണ് നമ്മുടെ നഖങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ നഖത്തിനെ ബാധിക്കുന്ന ചില പ്രശ്നങ്ങളാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. കാരണം പാർലറിൽ ഒരുപാട് ആളുകൾ നമുക്ക് നഖത്തിന്റെ പലവിധ പ്രശ്നങ്ങളുമായിട്ട് വരുന്നുണ്ട്. അപ്പൊ നഖത്തിനെ ബാധിക്കുന്ന ചില പ്രധാന പ്രശ്നങ്ങൾ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് നിങ്ങൾക്കറിയാം, നമ്മളുടെ നഖത്തിൽ ചെറിയ വെള്ള പൊട്ടുകളും വെള്ള പാടുകളും വരുന്നുണ്ട്. പണ്ടൊക്കെ നമ്മൾക്ക് എന്തോ പുതിയ കാര്യങ്ങൾ നമുക്ക് ലഭിക്കാനാണെന്നൊക്കെയായിരുന്നു പഴമക്കാർ പറഞ്ഞിരുന്നത്. ശരിക്കും അങ്ങനെ അല്ല. നമ്മുടെ ശരീരത്തിലുള്ള ചില പോഷകങ്ങളുടെ കുറവ് കൊണ്ടാണ് അങ്ങനെ വെളുത്ത വരകൾ പ്രത്യക്ഷപ്പെടുന്നത്. അപ്പൊ അങ്ങനെ കാണുമ്പോൾ അതിനെക്കുറിച്ച് ഒന്ന് അവെയർ ആവുന്നത് നന്നായിരിക്കും. പ്രത്യേകിച്ച് കുട്ടികളിലൊക്കെ ഇങ്ങനെ കാണുമ്പോഴത്തേക്ക് അവർക്ക് ആവശ്യമുള്ള പോഷകങ്ങൾ ലഭിക്കാനായിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾക്കറിയാം, നമ്മുടെ നഖങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് കെരാറ്റിൻ ടിഷ്യൂ കൊണ്ടാണ്. ഇതിന്റെ താഴെ രക്തപാളുകളാണ് ഉള്ളത്. അപ്പൊ അതാണ് നമ്മളുടെ നഖത്തിന്റെ നിറം നിർണ്ണയിക്കുന്നതും നഖത്തിന് നിറം തരുന്നതും. ജനനം മുതൽ മരണം വരെ വളരുന്ന ഒരു വസ്തുവാണ് നമ്മളുടെ ഈ നഖങ്ങൾ എന്ന് പറയുന്നത്. അത് കാൽ നഖത്തിനേക്കാളും കൂടുതലായിട്ട് നമ്മുടെ കൈ നഖങ്ങളാണ് വളരുന്നതും. അതുപോലെ തന്നെ ചെറിയ കുഴികൾ നഖത്തിൽ രൂപപ്പെടുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇങ്ങനെ കാണുന്നത് നമുക്ക് സോറിയാസിസ് പോലെയുള്ള പ്രോബ്ലം ഉള്ളവരിലാണ് കൂടുതലായിട്ടും കണ്ടുവരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് ഉള്ളവരിലും ഇത് കണ്ടുവരുന്നുണ്ട്. അതായത് നമുക്ക് ഏതെങ്കിലും തരം തൈറോയിഡിന്റെ പ്രോബ്ലംസോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഹോർമോണൽ ഇംബാലൻസിങ്ങോ ഉള്ള ആളുകളിൽ ഇത് കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. ഇവർക്ക് മറ്റൊരു അടയാളം കൂടി നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ തലയിൽ മുടി വട്ടത്തിൽ കൊഴിഞ്ഞു പോകുന്ന ഒരു അവസ്ഥയും ഇവർക്ക് കണ്ടുവരാറുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം, മുടിയിൽ ചില ആളുകളുടെ കൈനകത്തിൽ മഞ്ഞ നിറം കാണുന്നുണ്ട്. സൈഡിലൊക്കെ മഞ്ഞ നിറത്തിൽ കാണപ്പെടുന്നത് ചില ഫംഗസുകളുടെ പ്രോബ്ലം കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. ചില ആളുകളുടെ നഖങ്ങൾ നമ്മുടെ റൂട്ടിൽ നിന്നും അടർന്നു പോരുന്ന പോലെ പിഴുതു പോരുന്ന പോലെയൊക്കെ കാണുന്നുണ്ട്. ഇത് കൂടുതലും വെള്ളത്തിൽ ജോലി ചെയ്യുന്നവരുടെ നഖങ്ങളാണ് ഇങ്ങനെ പൊളിഞ്ഞു പോരുന്നത്. ചില ആളുകളിൽ ബ്ലൂ കളറിൽ നഖം കാണുന്നുണ്ട്. ഇത് ഏതെങ്കിലും തരത്തിലുള്ള അപകടം സംഭവിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും വാതിലിനിടയിൽ പോവുകയോ അല്ലെന്നുണ്ടെങ്കിൽ ഫുട്ബോളൊക്കെ കളിക്കുമ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കുന്നവരിലാണ് ഇങ്ങനെ ബ്ലൂ കളറിൽ നഖം കണ്ടുവരുന്നത്. അതുപോലെ തന്നെ ചിലപ്പം നമുക്ക് പ്രമേഹ രോഗികളിൽ സിങ്ക് കുറവുള്ളവരിലും ഒക്കെ ഇങ്ങനെ ഈ കളർ വ്യത്യാസത്തിൽ നഖം കാണുന്നുണ്ട്. അതുപോലെ തന്നെ നീല നിറത്തിൽ ചിലവരുടെ നഖം കാണുന്നുണ്ട്. ഇത് ഓക്സിജൻ ഡെഫിഷ്യൻസി കൊണ്ടാണ് അങ്ങനെ വരുന്നത്. കറുപ്പ് നിറത്തിൽ ചില ആളുകളുടെ നഖങ്ങളുടെ സൈഡുകളിലും നടുവിലൊക്കെ ആയിട്ട് കാണുന്നത് ഇത് കാൽസ്യവും ഫോസ്ഫറസും നമ്മുടെ ബോഡിയിൽ കുറയുന്നത് കൊണ്ടും തൈറോയിഡ് പ്രോബ്ലംസ് ഉള്ളത് കൊണ്ടുമാണ്. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. നിങ്ങളുടെ നഖത്തിൽ ഇങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള അടയാളങ്ങൾ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള പ്രോബ്ലംസ് എന്തെങ്കിലും നമ്മുടെ ബോഡിയിൽ ഉണ്ടോ എന്നുള്ളതിനെ കുറിച്ച് ഒന്ന് ചെക്ക് ചെയ്യാം. ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് പാർലറിൽ ഇതിനൊക്കെ ഒരുപാട് ചികിത്സകളും ഒരുപാട് തരം ട്രീറ്റ്മെന്റുകൾ അവൈലബിൾ ആണ്. പലതരത്തിലുള്ള മാനിക്യൂറുകളും പോളിഷിങ്ങുകളും ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് കൂടുതൽ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം, സർവീസുകൾ ബുക്ക് ചെയ്യാം. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കണ്ടുമുട്ടുന്നവരെ താൽക്കാലികമായി ഇവിടെ പറയുന്നു, നിങ്ങളുടെ സ്വന്തം ജിജി എബ്രഹാം.